ഏട്ടാ, ഇതിപ്പോ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ റോഡ് തകരുകയാണ്? എല്ലാ വർഷവും സ്ഥിരമായിട്ട് വരുന്ന ഒരു പരിപാടിയാണ് ഇത്. സ്ഥിരമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കച്ചവടം സാധനം കൊണ്ട് ചേർക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പ്രശ്നം വരിക. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്. ഇപ്പം പാക്കറ്റുകളൊക്കെ കംപ്ലീറ്റ് പോയി പോവുക, ആൾക്കാർ വരാതിരിക്കുക. അപ്പം ഒരു കരയിൽ നിന്ന് മറ്റു കരയിലേക്ക് പോകുന്ന കാര്യം. അപ്പോൾ ഈ പേരും ആൾക്കാരൊക്കെ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്നതൊക്കെ പുൽക്കാവ് റോഡിൽ പോയിട്ട് ചുറ്റി വളഞ്ഞ് പോകണം. അതേ സ്ഥാനത്ത് ഇതിലൂടെയാണെങ്കിൽ 5 കിലോമീറ്റർ പോയാൽ മതി ഹാർബറിൽ. ഇതിപ്പം എത്ര കിലോമീറ്ററായിട്ട് ദൂരം അവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും വളരെ കച്ചവടക്കാർക്ക് ഈ ഇപ്പം ഒരു 11 പെട്ടിക്കടക്കാരുണ്ട്, അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. തീരെ ഒന്നുമില്ല, അല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയെന്നുള്ളൂ അല്ലേ? 9 ലക്ഷത്തിൻ്റെ പരിപാടിയാണ് ഇവിടെ ചെയ്തത്. അന്ന് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴെ ഒന്നും ചെയ്യാണ്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയാം. അന്നേരം അവരെന്താ പറയുക, ഇത് തൽക്കാലത്തേക്ക് മാത്രമാണ് എന്നും പറഞ്ഞിട്ട് ഇത് താൽക്കാലം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് തന്നെ ഇതിപ്പം പെട്ടെന്ന് പോയില്ല. ഈ വെറുതെ ഇപ്പോൾ 9 ലക്ഷം ഇപ്പം വെറുതെ കടലിൽ പോയില്ലേ. അതേ സ്ഥാനത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും. ഇപ്പോൾ ഒരു രോഗിക്ക് വരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രോഗീനെ കൊണ്ടുവരാണെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞ് ഇപ്പം പിന്നെ കിടപ്പ് രോഗികൾ എത്രയോ ഇവിടെ ഉണ്ട്. ആംബുലൻസ് വന്നിട്ടാണ് അവരെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ പാലോടി പുൽക്കാവ് വഴി പോയിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെയൊക്കെ രാത്രിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഉച്ച കഴിഞ്ഞാണോ കടൽ വേലിയേറ്റ സമയം? അത് ഓരോ സമയത്തിന് വേലിയേറ്റ ഒരു 11 മണിക്ക് ഇപ്പം വേലിയേറ്റുണ്ട്. അന്നേരം ഇവിടെയൊക്കെ വെള്ളം അടിച്ച് കയറും, ഇപ്പുറത്തേക്കൊക്കെ മറയും. ഭയങ്കര ഉയരത്തിലാണ് വരിക. ഇപ്പൊ കാണുന്ന അവസ്ഥേന്റെ അപ്പുറത്തേക്ക് മോശമാകാൻ സാധ്യതയുണ്ടല്ലേ? ഇന്നലെ രാത്രി കാറ്റില്ലാത്തതിനെ കൊണ്ട് കടലിൽ ലേശം ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ കാറ്റ് അവിടുന്ന് വരികയാണ്. ഇപ്പോൾ കേൾക്കുന്ന കാറ്റ് വന്നാൽ ശാന്തമായി. പടിഞ്ഞാറുന്ന് കാറ്റ് വരികയാണെങ്കിൽ കടൽ ഭയങ്കര പൊങ്ങൽ വാങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് വെള്ളം കിടക്കും. ഭയങ്കര ശക്തിയോട് കൂടിയാണ്. മത്സ്യത്തൊഴിലാളാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അവർക്ക് പണിയില്ല, ഒന്നുമില്ല, പിന്നെ ഒന്നും കിട്ടുന്നുമില്ല. മീനിനൊക്കെ വളരെ പോകാൻ കഴിയുന്നത് ചെറിയ തോണിക്കാർക്ക് തീരെ പോകാൻ പറ്റില്ല. വലിയ തോണിക്കാർ മാത്രമേ ഇപ്പം പോകുന്നുള്ളൂ. അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് പോകും, കാറ്റ് വരുമ്പോഴേക്കും അന്നേരം തന്നെ അടുപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. ഏതായാലും ഈ റോഡ് തകർന്നു, ഗതാഗതം സാധ്യമല്ല എന്ന് അറിയിച്ചുകൊണ്ട് നാട്ടുകാർ ചേർന്ന് കയറ് കെട്ടി ചുവന്ന സിഗ്നലൊക്കെ വെച്ചതാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ മേഖലയിൽ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് നാട്ടുകാരെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലായി റോഡ് തകർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേലിയേറ്റ സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. കടൽ വീണ്ടും അടിക്കുകയാണ്. കൂടുതൽ സ്ഥലത്ത് റോഡ് തകരാനുള്ള ഒരു സാധ്യതയും കൂടി നിലനിൽക്കുകയാണ്. ഒപ്പം ഇവിടെ തീരദേശപാതയുടെ സമാന്തര പുതിയ റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷേ അതിന് അത്ര വേഗമൊന്നും ഉണ്ടായില്ല എന്നതുകൂടിയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ പൊതുസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ മഴയുണ്ട്. മലയോര മേഖലയിൽ ശക്തമായി മഴയുണ്ട്. രാത്രി പുലർച്ചെ തുടർച്ചയായി എന്ന വണ്ണം തന്നെ മഴ പെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായൊരു കാര്യമാണ്. ശരി, രാഹുൽ KV ആണ് അവിടെ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്.